ബീഹാറിൽ നിതീഷ് കുമാറിന്റെ വരവ് ആഘോഷമാക്കുകയാണ് ബി. പക്ഷേ അവരുടെ പദ്ധതിക്കനുസരിച്ച് പ്ലാനുകൾ നീങ്ങുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന സംശയം. ഏതായാലും ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള എൻഡിഎ നീക്കത്തിൽ നിർണായകമാവുക ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റുകൾ തന്നെയാകും. അതിൽ ബീഹാറും ഒരു പങ്കു വഹിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ബി. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതത്ര എളുപ്പമുള്ള കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ മാറ്റങ്ങളാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. അതിൽ എൻഡിഎ വിട്ടവരും വിടാനിരിക്കുന്നവരും വന്നു കയറിയവരും ഒക്കെയുണ്ട്. അപ്പോഴും പ്രമുഖൻ നിതീഷ് കുമാർ തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നുള്ള സീറ്റുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു നിതീഷിനെ സ്വാഗതം ചെയ്ത എൻഡിഎ നിലപാട്. ഒരിക്കൽ എല്ലാ വാതിലുകളും നിതീഷിന് മുൻപിൽ കൊട്ടിയടച്ച അമിത്ഷാ തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിതീഷിനെ പരവതാനി വിരിച്ച് കയറ്റിയെന്നാണ് പ്രത്യേകത. രാമക്ഷേത്ര ഉദ്ഘാടനവും വനിതാ സംവരണ ബില്ലും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമൊന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എൻഡിഎ തുണയ്ക്കില്ലെന്ന സർവേ റിപ്പോർട്ടുകൾ വന്നതോടെയാണ് നിതീഷിനെ ഒപ്പം കൂട്ടാനുള്ള ചരടുവലികൾ ആരംഭിച്ചത്. ബീഹാറിൽ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് എൻഡിഎ തയ്യാറല്ലെന്ന് വ്യക്തം. എങ്കിലും ഇപ്പോഴും സംസ്ഥാനത്തെ മുന്നണിയുടെ സാധ്യതകൾക്ക് മേൽ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന 4ഓളം ഘടകങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. അവ എൻഡിഎയെ പിന്നിലേക്ക് വലിക്കുമെന്നാണ് മുന്നണിയുടെ ഭയം. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ നിതീഷിന് നഷ്ടമായ വിശ്വാസ്യത തന്നെയാണ്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബീഹാറിൽ രാഷ്ട്രീയത്തിൽ നിതീഷിന് നല്ല കാലമല്ല. ഈ രാഷ്ട്രീയ ശനിദശയുടെ ബാക്കിപത്രം എൻഡിഎ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. നിതീഷിനെതിരായ വികാരം ഇന്ത്യ സഖ്യം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ എൻഡിഎ പതറുമെന്നും ഉറപ്പാണ്. അതിന്റെ പരിണിത ഫലങ്ങൾ അറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. എൻഡിഎ ഇവിടെ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി രാംവിലാസ് പാസ്വാന്റെ അസാന്നിധ്യമാണ്. സംസ്ഥാനത്തെ 7% വരുന്ന ദളിത് വോട്ടുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഭദ്രമായിരുന്നു. മകൻ ചിരാഗിനാവട്ടെ രാംവിലാസിന്റെ പ്രതിച്ഛായയില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ചിരാഗിന് എൻഡിഎ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ കലഹിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ RLJP നേതാവ് പശുപതി കുമാർ പരാസ് രാജിവെച്ചതും എൻഡിഎക്ക് തിരിച്ചടിയാകും. CPI, CPM, CPML പാർട്ടികൾ മഹാസഖ്യത്തിനൊപ്പം ചേർന്നു എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിലെ മറ്റൊരു നിർണായക സംഭവ വികാസം. ശക്തമായ കോൺഗ്രസ് RJD സഖ്യത്തിന് മൂർച്ച കൂട്ടാൻ ഈ 3 പാർട്ടികളുടെയും സാന്നിധ്യം സഹായിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 3 പാർട്ടികളും ചേർന്ന് 10%-ലധികം വോട്ട് നേടിയെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. നാലാമത്തെയും അവസാനത്തെയും വെല്ലുവിളി എൻഡിഎ നേരിടാൻ പോകുന്നത് തേജസ്വി യാദവ് എന്ന യുവ നേതാവിന്റെ കഴിഞ്ഞ 1.5 വർഷത്തെ അത്ഭുതപൂർവമായ വളർച്ചയാണ്. ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ യാദവ് മറുവാക്കില്ലാത്ത ഒരു ശക്തിയായി ബീഹാർ രാഷ്ട്രീയത്തിൽ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നു. ബീഹാറിലെ യുവാക്കൾക്ക് ഇടയിൽ തേജസ്വിയുടെ സ്വീകാര്യത അവരെ വല്ലാതെ വേട്ടയാടുമെന്നും ഉറപ്പാണ്. ഈ ഘടകങ്ങളൊക്കെയും എൻഡിഎയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി ശേഷിക്കുന്ന ദിനങ്ങളിൽ ബീഹാർ രാഷ്ട്രീയം മാറി മറിഞ്ഞില്ലെങ്കിൽ വലിയൊരു പോരാട്ടത്തിന് തന്നെ അവിടെ സാക്ഷ്യം വഹിക്കും. അതേസമയം ബീഹാർ എൻഡിഎ സഖ്യത്തിന് സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു. BJP 17 സീറ്റിലാണ് മത്സരിക്കുക. നിതീഷ് കുമാറിന്റെ JDUവിന് 16 സീറ്റുകളാണ് ലഭിച്ചത്. സഖ്യത്തിലെ JDUവിന്റെ വല്യേട്ടൻ റോളിലും ഇതോടെ അവസാനമായിരിക്കുകയാണ്. BJP ആ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഫലം വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം.